വിസർജനത്തിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാക്കി പടയാളികളൊക്കെ പുറത്ത്. ആര് മാത്രമുണ്ട് ഇപ്പോൾ? അംഗരക്ഷകരുമില്ല. ആര് മാത്രമുണ്ട്? ഈ രാജാവ് കയറിയിരിക്കുന്നത് എവിടെയാ? ദാവീദും കൂട്ടരും ഒളിച്ചിരിക്കണ ഗുഹയുടെ അകത്ത്. ഇത് കണ്ട, തൻ്റെ ശത്രു തൻ്റെ കയ്യിൽ വന്ന് കിട്ടിയേക്കല്ലേ. തന്നെ കൊല്ലാൻ നടക്കുന്ന ശത്രു ഇപ്പൊ എവിടെ കിട്ടിയിരിക്കണു? അവരുടെ കയ്യിൽ. അപ്പൊ ദാവീദിന്റെ കൂട്ടര് പറഞ്ഞത്, നമ്മുടെ ശത്രു നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നു, ഇപ്പൊ ഒറ്റ കുന്നിന് കൊന്നുകളയാം ഇയാളെ. ദാവീദ് പറഞ്ഞു, നോ, അത് കർത്താവിന്റെ അഭിഷിക്തനാണ്, നമ്മൾ അവനെ തൊടാൻ പാടില്ല. ദാവീദ് ഇയാൾ മൂത്രമൊഴിക്കാനിരിക്കണ നേരത്ത് പതുക്കെ പോയിട്ട് ഇയാളുടെ മാൻഡലിന്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തു വാളുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. ഇയാള് വിസർജനം കഴിഞ്ഞ് പുറത്തേക്ക് പോയി. ഗുഹയുടെ പുറത്ത് ചെന്നപ്പോ ദാവീദ് പുറകെ ഓടിച്ചെന്നിരിക്കുക. മഹാരാജാവേ, ഇതാ അങ്ങ് അന്വേഷിച്ച് നടത്താം, അങ്ങയുടെ മകൻ ഇതാ ഇവിടെയുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ ഈ ഗുഹയിലുണ്ടായിരുന്നു. ഇത് കണ്ടോ, അങ്ങയുടെ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തു. എനിക്ക് അങ്ങയെ മുറിച്ചാമായിരുന്നു, അങ്ങയെ കൊല്ലാമായിരുന്നു. ഇത് കേട്ടിട്ട് രാജാവിന്റെ 3000 പടയാളികളുമായിട്ട് കൊല്ലാൻ വന്നിരിക്കുന്ന ദാവീദാണ് ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് അങ്ങയെ കൊല്ലാമായിരുന്നു, പക്ഷെ അതല്ല കരുണ. ഇത് കേട്ടപ്പോ രാജാവിന്റെ ആ ശത്രുത മുഴുവനും പോയി. രാജാവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ശത്രുത മാറി. രാജാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മകനേ, നിന്റെ നീതി എന്റെ നീതിയേക്കാൾ എത്ര വലുതാണ്. ശത്രുവിനെ നിന്റെ കയ്യിൽ കിട്ടിയിട്ടും നീ അവനോട് കരുണ കാണിച്ചല്ലോ. നീയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലില് രാജാവാകേണ്ടവൻ. നീ തന്നെ രാജാവാകണം. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കണം, എന്നെയോ എൻ്റെ കുടുംബാംഗങ്ങളെയോ നീ കൊല്ലരുത്. ഒരിക്കലുമില്ല രാജാവേ എന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ ദൈവത്തിന്റെ സർവാധിപത്യം? ഈ രാജാവിനെ കൊല്ലാൻ സാധിക്കുന്ന രീതിയിൽ കയ്യിൽ കിട്ടുന്നതാണോ സർവാധിപത്യം? സർവശക്തി, ദൈവത്തിന്റെ ഏറ്റവും വലിയ ശക്തി? അതോ അങ്ങനെയുള്ള അവസ്ഥയിൽ അവനോട് കരുണ കാണിക്കുന്നതിലാണോ? മനസ്സിലായോ? അതാണ് പണ്ട്. ഓക്കെ, ഇത് വീണ്ടും നടന്നു, 2 പ്രാവശ്യം നടന്നു. 1 സാമുവേലില് 2 പ്രാവശ്യം നമുക്ക് കാണാം. ഇതെല്ലാം പഴയ നിയമത്തിൽ കരുണയുടെ ഇതെല്ലാം പറയുമ്പോൾ ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമ്മളുടെ ശത്രു പുറത്തുള്ളവരൊന്നും അല്ല, നമ്മുടെ ഒരേ കിടക്കയിൽ കിടക്കുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ജീവിത പങ്കാളി. ക്ഷമിക്കണം കേട്ടോ, നമ്മുടെ ശത്രു എവിടെയാന്നാ പറഞ്ഞ്? ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, എൻ്റെ ബ്രദറെ, ഞങ്ങള് നല്ല കാറിൽ ടിപ്പ് ടോപ്പിൽ നടക്കണ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണെന്നാണ് വിചാരം. ബ്രദറെ, 3 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ തൊട്ടിട്ടില്ല. അവൾ അങ്ങോട്ട് തിരിഞ്ഞടക്കും, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞടക്കും. ഇതാ ഞങ്ങളുടെ അവസ്ഥ. പുറത്ത് ഞങ്ങൾ പള്ളിയിൽ വരുന്നു, ഞങ്ങൾ കുർബാനയ്ക്കൊള്ളണം, ഞങ്ങൾ കല്യാണത്തിന് പോകുന്നു, ഞങ്ങൾ ടിപ്പ് ടോപ്പിൽ എല്ലാവരും നടക്കണ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അടയും ചക്കരയാന്ന് പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഈ കരുണ എന്തുകൊണ്ട് ഒഴുകുന്നില്ല? അയ്യോ, സമയത്തിനായി.
ഏറ്റവും 8:30 നമ്മൾ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ ഈ കരുണയുടെ ഒരു ശക്തമായ ഒഴുക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ കരുണ നമ്മളിൽ ഒഴുകുന്നതിന് തടസ്സം എന്താന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഇത് ഇത്തിരി നീണ്ടു പോണമാതിരിയാണ് തോന്നണേ ടോക്ക്. ഞാനിനി ഇതിനൊന്ന് കുറുക്കാൻ പോവാ. കാരണം ഇനി അരമണിക്കൂറേ ഉള്ളൂ നമുക്ക്. ഇല്ലേ? സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കുറ്റമായിട്ടല്ല, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റും? നമ്മൾ കരുണയെക്കുറിച്ച് ഇനി എന്നും പ്രസംഗം കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം കരുണ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് ഈശോ മിശിഹാ നമ്മളിൽ ഉണ്ടോ? കരുണാസമ്പന്നനായ ദൈവത്തെ നമ്മൾ എല്ലാ ദിവസവും സ്വീകരിക്കുന്നുണ്ടോ? ഇനി എന്താ വേണ്ടേ? പക്ഷേ എന്തുകൊണ്ട് എന്നിട്ടും നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. ശ്രദ്ധിക്കണേ, ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി മുഖപുരമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈശോ പറഞ്ഞില്ലേ ആ മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യം. നമ്മളതിനെക്കുറിച്ച് അധികം പഠിച്ചിട്ടില്ല. നമ്മൾ മുടിയനായ പുത്രനെ കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ. ഈ ജ്യേഷ്ഠൻ ഒരു ഫരിസേയന്റെ പ്രതീകമാണ്. ഫരിസേയർ പിതൃഭവനത്തിലായിരുന്നിട്ടും കാണാതെ പോയ നാണയത്തെ പോലെയും മകനാണെന്നുള്ള വിചാരമില്ലാതെ ഒരടിമയെ പോലെ പ്രമാണങ്ങൾ കൃത്യം പാലിച്ചുകൊണ്ട് ചട്ടപ്പടി നടക്കുന്നു. അങ്ങനെ ചട്ടപ്പടി നടക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്നാണ് അവരുടെ വിചാരം. അതല്ല. ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട വലിയൊരു തിരിച്ചറിവ്. നമ്മൾ വിചാരിക്കുന്നത് 10 പ്രമാണം കൃത്യമായിട്ട് പാലിച്ചാൽ നമ്മളൊക്കെ വിശുദ്ധരായി എന്നാണ്. അങ്ങനെയല്ല. പ്രമാണങ്ങൾ പാലിക്കണം, പക്ഷേ നമ്മുടെ ശക്തിയിലൂടെ 10 പ്രമാണം പാലിക്കാൻ വേണ്ടി അല്ല പ്രമാണം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ വന്ന വഴി പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് പ്രമാണങ്ങളെ റദ്ദാക്കാൻ വേണ്ടിയല്ല, അതിനെ പൂർത്തിയാക്കാൻ വേണ്ടി. കർത്താവ് ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെയാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് വരുന്നത്. കർത്താവ് ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തോടെ. ഈശോ മിശിഹാ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? എല്ലാവരും പോകാണല്ലോ. കർത്താവ് ഈശോ മിശിഹാ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ഈ കുർബാന പുസ്തകത്തിൽ അല്ലെങ്കിൽ കുർബാനയിൽ 33 പ്രാവശ്യം പറയുന്നുണ്ട് നമ്മളുടെ പാപങ്ങളും കടങ്ങളും അവൻ ഏറ്റെടുത്തു. ഇപ്പൊ വിശുദ്ധ കുർബാന ഇവിടെ സ്ഥാപക വചനം തന്നെ പറയണ എന്താ? ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി ഞാൻ നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി ഞാൻ നൽകുന്ന എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് പാനം ചെയ്യും. നമ്മൾ പാനം ചെയ്യണ്ട. എന്നിട്ട് പിന്നെ എന്താ പാപം പോകാത്ത? നിങ്ങൾ പോയി പഠിക്കുവിൻ. എന്താ ഇത് പോകാത്തെ? ഇത് ശരിയാണോ ഇല്ലയോ? എല്ലാ ദിവസവും നമ്മളോട് ഇത് പറയാണ്, ഇത് നിങ്ങൾ ഭക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ. കണ്ടോ? അവന് വിധിയുണ്ടോ? അവന് വിധിയില്ല. പിന്നെ എന്താ ഈ വിധി എന്ന് പറയണേ? നിങ്ങൾ പോയി പഠിക്കുവിൻ. വിശ്വാസപൂർവ്വം നിങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ കണ്ടോ? വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്. എന്താണത്? ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ
ഞങ്ങളുടെ കടങ്ങളും പൊറുതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പാപം ചെയ്യണം? ഇതൊക്കെയാണ് കാര്യം. എന്തുകൊണ്ട് പാപം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഇതൊക്കെ പറയണുണ്ട്. അതെ, പള്ളി പറഞ്ഞാൽ മതി എന്നാ ഒരു വീക്ഷണത്തിൽ ഇതൊക്കെ പറയണേ. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അതെ നിന്നോട് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ചെയ്യരുത്, ഇനി ഇതേമാതിരി ചെയ്യണേ ഞാൻ കാല് തല്ലി ഓടിക്കുന്നു ഓർത്തോ. എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യരുത്, നീ ഇതേമാതിരി ചെയ്യാണ് ഈ നരകത്തിൽ പോവുള്ളൂ. ഇപ്പൊ എന്താ നമ്മൾ വിശ്വസിക്കണേ? തിന്മ ചെയ്യുമ്പോൾ അവൻ നരകത്തിൽ പോകുന്നല്ലേ വിശ്വസിക്കണേ. ഇതല്ലേ നമ്മൾ പറയണേ, നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോകും. അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താ അർത്ഥം? പിന്നെ ഈ പറഞ്ഞതിനൊക്കെ എന്താ അർത്ഥം? ഇതിനെയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നൊരു വാക്ക് ഫാരിസി നേച്ചർ, ഫരിസേയ മനോഭാവം. ഈ ഫാരിസി നേച്ചർ ക്രൈസ്റ്റ് നേച്ചറിന് കോൺട്രഡിക്ഷനാണ്. ക്രിസ്തു നമ്മളിൽ നേടിത്തന്നിട്ടുള്ള ഈ കരുണയുടെ പ്രവൃത്തിക്ക് നേരെ വിപരീതമാണ് ഫരിസേയ മനോഭാവം. അങ്ങനെയുള്ള ഒരു ഫരിസേയ മനോഭാവം നമ്മളിൽ ചെറുപ്പം മുതലേ രൂഢമൂലമായിരിക്കുന്നുണ്ട്. അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. കർത്താവിന് തന്നെ അത് സാധിക്കുള്ളൂ. പക്ഷെ ഇത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്താണ് നമ്മളിലുള്ള ഫരിസേയ മനോഭാവം? ഇപ്പൊ ഇതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ പോയി പഠിക്കുവിൻ. എന്ത് പഠിക്കണം? ഇപ്പൊ നമ്മൾ കർത്താവ് ഈശോ മിശിഹായെ കുറിച്ച് പഠിക്കുന്നതൊന്ന്, മറ്റൊന്ന് എന്താ പഠിക്കുന്നത്? നമ്മുടെ പാപത്തെക്കുറിച്ച് പഠിക്കുന്നതൊന്ന്. നമ്മൾ ഇത്രയും നാളും പാപത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നീ പാപം ചെയ്യുകയാണെങ്കിൽ ആകെ പോവും എന്ന് ചോദിച്ച് പാപം ചെയ്യാനല്ല. അപ്പോൾ ഈ കർത്താവ് ഈശോ മിശിഹായെ കുറിച്ച് എന്താ ചിന്ത? കർത്താവ് ഈശോ മിശിഹ വന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ പാപത്തെ പർവ്വതീകരിച്ച് നോക്കുമ്പോൾ അതാണ് ഫരിസേയർ ചെയ്തിരുന്നത്. പാപിയെ അന്വേഷിച്ച് നടക്കും. കൽപ്പന അവൻ ലംഘിക്കുന്നുണ്ടോ? അവൻ ചെയ്യണ തെറ്റാണ്, അവനെ പിടി. ഒരാൾ സാക്ഷി, അവനെ കല്ലെറിയണം, കൊല്ലണം. അതാണ് ഫരിസേയ മനോഭാവം എന്ന് പറയുന്നത്. ആര് തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക, അത് ഉടനെ റിപ്പോർട്ട് ചെയ്യുക, അവനെ ശിക്ഷിക്കുക. കാര്യത്തോട് അടുക്കുമ്പോൾ മനസ്സിലായോ? ഇതല്ലേ നമ്മൾ ചെയ്യണേ? നമ്മളിപ്പോൾ പള്ളിയിലത്തെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പള്ളി പോകാത്ത ആൾക്കാർ അവിടെ ഇരുന്ന് സുഖമായിട്ട് അട്ടീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ ചുമ്മാ ചായ ഉണ്ടാക്കി 2-3 കുടിച്ചു, ആ കപ്പും ആ ചായപ്പൊടിയും അതൊക്കെ അവിടെ കിടക്കണം. ഇത് കണ്ടു കഴിയുമ്പോൾ ചേർത്തിയാർക്ക് എന്താ പ്രയാസം? ഇത് കണ്ടു കഴിയുമ്പോൾ എന്തായിരിക്കും നമുക്ക് തോന്നണത്? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, ആ കപ്പ് ചായ കുടിച്ചു കഴിഞ്ഞാൽ കഴുകി വെച്ചോടെ നിനക്ക്, അതവിടെ ഇട്ട് ഞാൻ വന്ന് കഴുകാൻ വേണ്ടി വെച്ചേക്കാണല്ലേ. ഇത് കേൾക്കണ കുഞ്ഞുമോൻ വന്നിട്ട് പറയും, അല്ലെങ്കിൽ കുഞ്ഞുമോള്, അമ്മ പള്ളി പോയി വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ, അങ്ങനെയാണെങ്കിൽ പള്ളി പോകാത്ത ഞങ്ങളാണല്ലോ നല്ലത്. ഇതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം. ഇപ്പൊ എന്ത് കണ്ടുകൂടെ? നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ കൂട്ടര് വീട്ടിലുള്ള മാതിരിയാണ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ. ഇപ്പൊ ധ്യാനം കഴിച്ചെല്ലുമ്പോ തന്നെ കിട്ടും അവിടെ. നമ്മൾക്ക് എന്താണ് നമ്മളെ തലയ്ക്ക് പിരികേറ്റണത്? ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മലയാളം എന്താണോ? ഇറിറ്റേഷൻ എന്താ മലയാളം?
ആയിരുന്നു. ഇതൊക്കെ മലയാളമായി കഴിഞ്ഞു അല്ലേ? നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിക്കണ കാര്യങ്ങളെ കാണുള്ളൂ. അതങ്ങ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സകല ആത്മീയതയും എല്ലാം പോയി. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവിന്റെ കൃപാവരം നാം എല്ലാവരിലും അവിടുത്തെ കാരുണ്യത്താൽ സമ്പൂർണമായതായിരുന്നു. പക്ഷേ ഇപ്പൊ എവിടെ പോയി എന്നറിഞ്ഞൂടാ. എന്ത് ചെയ്യും ഇവിടെ? ഇതാണ് റിയൽ പ്രോബ്ലം. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയാൽ മതി. ഇന്ന് തന്നെ തുടങ്ങണം. ഏശയ്യായുടെ സുവിശേഷത്തിൽ എന്ന് പറയുന്നത് 5-ാം സുവിശേഷം എന്നാണ് ഏശയ്യ. ഏശയ്യായിലാണ് ഈശോയെക്കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഏശയ്യ 42-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ ദാസൻ അന്ധനാണ്, അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. വരാനിരിക്കുന്ന ഏശയ്യായുടെ കാലത്ത് എഴുതിയിരിക്കുന്നത്, വരാനിരിക്കുന്ന മിശിഹ എങ്ങനെയായിരിക്കും? അവൻ കണ്ടിട്ടും കാണുന്നില്ല. ഏശയ്യ 42:20. അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, അവൻ പുകഞ്ഞ തിരി കെടുത്തില്ല. അതാണ് ഈശോ വന്നിട്ട് ഈ ഈശോയെ എവിടെ മാതാവ് ഔസേപിതാവ്, അറ്റ്ലീസ്റ്റ് മാതാവ് ഔസേപിതാവിനെങ്കിലും ഒന്ന് പരിഗണിക്കും. അവര് ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അവരാരെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഔസേപിതാവിനെ കുറിച്ച് പറയുന്നത് എന്താ? മത്തായി 1-ാം അധ്യായം 18-ാം അധ്യായത്തിൽ 18-ാം വചനത്തിൽ പറയാണ്, 18-19, അവന്റെ ഭാര്യ പരിശുദ്ധാത്മാവിലൂടെ ഗർഭവതിയായി കാണപ്പെട്ടു. പക്ഷെ അവനത് അറിഞ്ഞൂടാ പരിശുദ്ധാത്മാവിലൂടെയാണ് ഗർഭവതിയായിരിക്കണേ. അറിയാമായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കി. യഹൂദ നിയമപ്രകാരം, യഹൂദ പാരമ്പര്യപ്രകാരം വിവാഹം നടക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായാലുള്ള അവസ്ഥ. അവൻ എന്ത് ചെയ്തു? ഔസേപ്പ് എന്ത് ചെയ്തു? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവൾ ഗർഭിണിയായി കാണപ്പെട്ടിട്ട് എന്ത് ചെയ്തു? അവൻ ഉടനെ പോയിട്ട് സിനഗോഗിലും അധികാരികളുടെ അടുത്തും പോയി പറഞ്ഞോ? പറയുകയാണെങ്കിൽ എന്തായിരുന്നതിന്റെ സ്ഥിതി അറിയാലോ അല്ലേ? അവിടെ എഴുതിയിരിക്കുകയാണ്, അവളെ അപമാനിതയാകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മിണ്ടില്ല, പിന്മാറാന്ന് വിചാരിച്ചു. നമുക്ക് മിണ്ടാണ്ടങ്ങ് പോയി കളയാം. ഈ ഒരു വാക്ക് എന്നെ ഇതിൻ്റെ ഈ ഫരിസേയ മനോഭാവം നമ്മളിൽ മാറുന്നതിൻ്റെ ഒരു സഹായിയാണ്. അവരെന്ത് ചെയ്തു? അവൻ നീതിമാനാകയാൽ അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായക കൊണ്ട് സ്വയം പിന്മാറാൻ വിചാരിച്ചു. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു ആശയമാണ് പിടിക്കേണ്ടത്. ഇവിടെയാണ് കരുണ. അവൾ മോശയുടെ നിയമപ്രകാരം അവളെ തലമുണ്ടനം ചെയ്ത് കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. അത്രയ്ക്ക് വലിയ ശിക്ഷ അർഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഗർഭിണിയായാലുള്ള അവസ്ഥ. ഈ നിയമം നിലവിൽ നിൽക്കെ യഹൂദനായ ഔസേപ്പ്, യഹൂദയായ ഭാര്യയെ, ഇതെല്ലാം നിലവിൽ നിൽക്കെ മിണ്ടണ്ട. എന്തുകൊണ്ട് മിണ്ടണ്ട? മിണ്ടിയാൽ ഭയാനകമായ അപമാനമായിരിക്കും. ഈ ഒറ്റ വാക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അപമാനിതയാകാൻ ഇഷ്ടപ്പെടാതെ. ഇനി നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ എന്താ? നമ്മുടെ ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്തു, നമ്മുടെ ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിൽ പോയി എന്ന് വിചാരിച്ചോ. ഓഫീസിൽ ചെന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോൺ വരികയാണ്. നിങ്ങളിതെങ്ങനെ അറിഞ്ഞു? ഓൾറെഡി സംഭവം ന്യൂസ് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അത് വൈകുന്നേരം വീട്ടിൽ വന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചൊന്ന് പാച്ചപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു? നമ്മളെ ഭാര്യ എന്തെങ്കിലും ചെയ്തു, ഭർത്താവ് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉടനെ ഇത് 2 ടെലിഫോണാണ് ഇപ്പം എല്ലാവരുടെ അടുത്തും.
ഒരു നാഷണലും ഒരു ഇന്റർനാഷണലും. വാട്സപ്പ്, വൈബർ, ഇമെയിൽ, ഇതൊക്കെ ക്വിക്ക് മെസ്സേജാണ്. അതാണ് പ്രശ്നം. ക്വിക്ക് മെസ്സേജ്, ഒട്ടനെ ന്യൂസ് ഇവിടുന്ന് പറയാം, ഒട്ടനെ. അത് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പാണെങ്കിൽ സകലരും ഉടനെ അറിഞ്ഞു. ഇന്നിങ്ങനെ എന്നെ ഇയാള് അവഹേളിച്ചു, അല്ലെ എന്നെ ഇങ്ങനെ പറഞ്ഞു, അതോടനെ. സ്നേഹമുള്ളവരെ, നമ്മൾ മദർ തെരേസയെ പോലെ വഴിയിലിരിക്കുന്ന ആളുകൾക്ക് ഇച്ചിരി പഴയ വസ്ത്രവും ഭക്ഷണവും കൊണ്ടുവന്ന് കൊടുക്കണതിൽ എന്ത് കരുണ ഇത്രപ്പെടുത്തുള്ളത്? ഇവിടെ നമ്മുടെ വീട്ടിലുള്ള ആളോട് കരുണ കാണിക്കാൻ പറ്റണുണ്ടോ? പറയും. കരുണയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നത് മുഴുവനും പാവപ്പെട്ടവരെ സഹായിക്കണം, അനാഥാലയത്തിൽ സഹായിക്കണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനമുള്ള കരുണ എന്താ? ഇവിടെ ഔസേപ്പ് തൻ്റെ ഭാര്യ, കല്യാണം കഴിക്കാൻ പോണ തൻ്റെ ഭാര്യ എങ്ങനെയോ ഗർഭിണിയായിരിക്കുന്നു, തന്നിൽ നിന്നല്ലെന്നറിയാം, അവളോട് അയാൾ കരുണ കാണിക്കുന്നു. നമ്മൾ ഈ കരുണ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തത് കൊണ്ടൊന്നും അല്ല കരുണ. അത് ചെയ്തോ, പക്ഷെ അതിനേക്കാൾ വലുത് എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മായിയമ്മ, അമ്മായിയപ്പൻ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കള്. ദ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇത് പറയാൻ എളുപ്പം, ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷെ ഇവിടെയാണ് നമ്മൾക്ക് ഇതുകൊണ്ട് പ്രയോജനം. നമ്മൾ കരുണയുടെ കവാടത്തിലൂടെയൊക്കെ എല്ലാ ദിവസവും പോന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി പറയും? നമ്മുടെ വീട്ടിൽ ഇപ്പോഴും എന്താ അവസ്ഥ പറയും? നമ്മുടെ വീട്ടിൽ കരുണയുടെ കവാടം തുറന്നോ? നമ്മളുടെ ചങ്കരൻ ഇപ്പോഴും തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഇപ്പോഴും വെറുപ്പും വിദ്വേഷവും ശത്രുത, കലഹം, കോപം ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് മാറണമെങ്കിൽ എളുപ്പവിദ്യ ഞാൻ പറയാൻ ഒന്ന് കൈവച്ച് കാണിച്ച്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഉറങ്ങാൻ പോവായിരിക്കും. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ് എണിപ്പിച്ച് പാട്ടൊക്കെ പാടിപ്പിക്കാത്തത്. പാട്ടുകാരൊക്കെ റെഡി ആയിട്ടിരിക്കണം. പക്ഷേ എന്ത് ചെയ്യാം? നമ്മളിതിൻ്റെ പ്രധാന കാര്യത്തിലേക്ക് വരാൻ പോവുകയാണ്. ഒരു മറുനാടൻ കഥയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ഞാൻ വേറൊരു രാജ്യത്ത് ഇതേമാതിരി ധ്യാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഒരു മലയാളി ഭവനത്തിൽ ഭക്ഷണം കഴിക്കാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നല്ല മീൻകറി ഉണ്ടാക്കി, നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, എൻ്റെ ബ്രദറെ, ഞാൻ ബ്രദറിൻ്റെ ധ്യാനം യൂട്യൂബിലൂടെ കുറേ നാളായി കേൾക്കണേ. അത് കഴിഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് ഇപ്പോൾ കുടുംബത്തിൽ. ഓ, ഇതിങ്ങനെ നമ്മൾ വളരെ അപൂർവം കേൾക്കണില്ലേ? കുടുംബത്തിൽ ഭയങ്കര സമാധാനമാണ്. അപ്പം ഇത് പറയുമ്പോൾ ഭാര്യയുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നുണ്ട്. അപ്പം എന്തോ ഒരു കുസൃതി അതിൻ്റെ ഇടയ്ക്കുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ നീ പറയണതിൻ്റെ അർത്ഥം? എൻ്റെ ബ്രദറെ, ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ എങ്കിലും അതിൽ നിന്നൊരു വലിയ കാര്യം ഞാൻ പഠിച്ചു. അത് ഞാൻ നിങ്ങളോട് പറയാം. ചെറിയ കാര്യം തന്നെയാണ്, എന്നാൽ ഇത് നിങ്ങൾക്ക് വലിയൊരു കാര്യമാവുന്നത് തന്നെ. നമ്മുടെയൊക്കെ വീട്ടിലെ കാര്യം പോലെ ഞാൻ പറഞ്ഞത്, ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഈ വാഷ് ബേസിനുണ്ട്. ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്, ഈ വാഷ് ബേസിൻ്റെ അടുത്ത് തൂക്കിയിട്ടിരിക്കുന്ന ആ തുവാല നീ ഒരു കാര്യത്തിന് എടുക്കരുത്, ഇല്ലേ? വാഷ് ബേസിൻ്റെ അടുത്തൊരു ഒരു തുവാല തൂക്കിയിട്ടിട്ടുണ്ടല്ലോ, ഒരു റിങ്ങുമ്മൊക്കെ. പക്ഷെ ഞാൻ കൈ കഴുകാൻ ചെല്ലുമ്പോൾ ആ തുവാല അവിടെ ഉണ്ടാവില്ല. അവളത് മേശ തുടയ്ക്കാൻ എടുക്കണം. എനിക്ക് ഉടനെ തലയ്ക്ക് പിരികണം. പിന്നെ നിസാര കാര്യമുള്ളൂവെങ്കിലും ഇറ്റ് ഈസ് സോ ഇറിറ്റേറ്റിംഗ്. എന്തുകൊണ്ട് ഇവളിങ്ങനെ ചെയ്യണം? എത്ര പ്രാവശ്യം ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടനെ വായെ തോന്നിയതൊക്കെ അങ്ങ് പറയും. അന്നത്തെ ദിവസം പോയി. അവസാനം കേട്ട് മടുത്ത് കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് തിരിച്ചു പറയും. അതോടെ മുഴുവനും പ്രശ്നമായി. എന്താ കാര്യം? ഒരു തുവാലയാണ്. പക്ഷെ ഇപ്പോ ഭയങ്കര സമാധാനമാണ്. അതെന്താ? ഇപ്പൊ നിങ്ങൾക്ക് ആകാംക്ഷ, എങ്ങനെ ഈ അവസ്ഥയിൽ സമാധാനം? അവൻ പറയാണ്, ബ്രദറെ, ഏശയ്യ 42:20
അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവ് ഈശോ മിശിഹ ഇതാണ് ചെയ്തെങ്കിൽ പിന്നെ കർത്താവിനെ അനുകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് ഈശോ മിശിഹ വന്നപ്പോൾ കർത്താവ് ഈശോ മിശിഹ മാത്രമേ പരമപരിശുദ്ധനായിട്ടുള്ള ഒരാളുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പാപികളാണ്. എന്നിട്ട് ആരുടെയെങ്കിലും പാപം ചൂണ്ടിക്കാണിച്ചോ? അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇത് പ്രാക്ടിക്കലാണ്. ഇന്ന് തന്നെ വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും കണ്ടിട്ട് പറയേണ്ട കാര്യങ്ങൾ. പക്ഷേ ഈ വചനത്തെ പ്രതി നിങ്ങൾ കണ്ടിട്ടും കാണരുത്, കണ്ണടക്കി മിണ്ടണ്ട ഒരു ദിവസം. ഇതാണ് ഫരിസേയ മനോഭാവത്തെ മാറ്റുന്നതിൻ്റെ ഒരു. നിങ്ങൾക്ക് വലിയൊരു സമാധാനം നിങ്ങളിലേക്ക് വരും. എന്തുകൊണ്ടാണ് സമാധാനം വരുന്നത്? കർത്താവ് ഈശോ മിശിഹായെ നിങ്ങൾ അനുകരിച്ചു. പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരാകുവിൻ എന്നത് നിങ്ങളോട് നന്മ ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരോടോ ഒക്കെ ചെയ്യുന്നത് ഒരു വശമാണെങ്കിൽ, അതിനേക്കാൾ ഏറ്റവും പ്രധാനം നമ്മുടെ സ്വന്തം ജീവിത പങ്കാളിയും മക്കളും വീട്ടുകാരും അവർ ചെയ്യുന്ന തെറ്റുകളെ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം, എന്നിട്ടും അവരിലത് മാറ്റമില്ല. അതിനെ നമ്മളിപ്പോൾ കണ്ടിട്ടും കാണാതെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ, കർത്താവിൻ്റെ മനോഭാവത്തിലൂടെ ഒരു ദിവസം നിങ്ങളൊന്ന് ജീവിക്കുക. പിന്നെ അടുത്ത ദിവസം വീണ്ടും ഒരു ദിവസം, പിന്നെ അടുത്ത ദിവസം വീണ്ടും ഒറ്റ ദിവസത്തെ നിങ്ങൾ എടുക്കുക. ഞാൻ ജീവിതകാലം മുഴുവൻ ചെയ്യാമെന്ന് ഇപ്പോൾ ഒരു ഗ്യാരണ്ടി പറയണ്ട. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചെയ്യാം. ഇനി കം ബാക്ക് ടു മത്തിയോസ്. മത്തായിയുടെ വീട്ടില് ഈ ഫരിസേയരും നിയമച്ചരും എല്ലാം മത്തായിൽ കണ്ടത് ആരെയാ? ഒരു മഹാ തിന്മ നിറഞ്ഞ മനുഷ്യനെ ആണെങ്കിൽ കർത്താവ് ഈശോ മിശിഹ മത്തായിൽ ആരെ കണ്ടു? ഇതൊക്കെ പോപ്പിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. കർത്താവ് ഈശോ മിശിഹ മത്തായിൽ ആരെ കണ്ടു ഒന്ന് പറഞ്ഞേ. മത്തായിലെ ഈ പാപിയെ കർത്താവ് ഈശോ മിശിഹ കണ്ടുവോ? കണ്ടേയില്ല. പിന്നെ ആരെ കണ്ടു? എന്ത് കണ്ടു? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഒരു സുവിശേഷകനെ കണ്ടു. 4 സുവിശേഷകരേ ഉള്ളൂ. അതിലൊരു സുവിശേഷകനെ കണ്ടു. പിന്നെന്ത് കണ്ടു? ഒരു അപ്പസ്തോലനെ കണ്ടു. 12 അപ്പസ്തോലന്മാരാണ്. അതിലൊരാളെ കണ്ടു. അവന്റെ പഴയ കാര്യങ്ങൾ ഒന്നും കണ്ടില്ല. അതാണ് കരുണ. അവന്റെ പഴയ തിന്മയെ ഒന്നും കർത്താവ് കണ്ടില്ല. പോപ്പ് ഫ്രാൻസിസ് കഴിഞ്ഞ മാസം ഇതേ തീം തന്നെ വീണ്ടും എടുത്ത് പറയുകയാണ്. കർത്താവ് നമ്മുടെ പഴയ കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. കർത്താവ് നമ്മുടെ ഫ്യൂച്ചർ മാത്രമാണ് നോക്കുന്നത്. നമ്മളോ? കുറ്റം പറയല്ല, നമ്മളൊരു ചെറിയ വഴക്കടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഉടനെ പറയുന്നത്, നീ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ്, നിന്റെ തന്ത ഇങ്ങനെയാണ്, നിന്റെ തള്ള ഇങ്ങനെയാണ്, നിന്റെ വീട്ടുകാരിങ്ങനെയാണ്. ഓഹ് എൻ്റെ തന്തേന്നങ്ങ് പറയുമ്പോഴേക്കും പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ശരിക്കും മർമ്മത്തുമ തൊട്ടു പിന്നെ ആളുകളകും. അതോടെ കരുണ എന്താണ്, ദയ എന്താണ്, പള്ളി പറഞ്ഞാൽ മതി. ഇവിടെ വീട് എന്തായി മാറിയിരിക്കുന്നു ഇപ്പോൾ. ഇവിടെയാണ് ഈ കരുണയുടെ വാതിൽ നമ്മൾ ഇന്ന് തുറക്കാൻ പോകുന്നത്. ഇന്ന് തുറക്കുകയാണ് നമ്മൾ. ഒറ്റ കാര്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? കണ്ടിട്ടും കാണുന്നില്ല. ഇന്നൊരു ദിവസം നിങ്ങളൊന്ന് പരിശ്രമിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളിൽ ജീവിക്കുന്ന കർത്താവ് ആ കരുണ നമ്മിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പൊ നമ്മൾ കുറച്ച് സമയം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്
ഈ കരുണ ഒഴുകാൻ വേണ്ടി അല്ല. കരുണ നമ്മളിൽ ഉണ്ട്, കരുണ നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ നമ്മളിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? നമ്മളുടെ ഉൾക്കണ്ണുകൾ തുറക്കണം. എന്തിനുള്ള കണ്ണ് തുറക്കണം? മറ്റുള്ളവരുടെ തിന്മ കാണാതിരിക്കാൻ. അത് കണ്ടാലും നമ്മളിങ്ങനെ മനസ്സിലാക്കണം, കർത്താവേ, നീ അവനിലുണ്ടല്ലോ, നീ എൻ്റെ ഭാര്യയിലുണ്ടല്ലോ, നീ എന്തെങ്കിലും ചെയ്യും. ഞാൻ തോക്ക്, ഞാൻ ഇനി ഒന്നും പറയാൻ പോണില്ല, നീ തന്നെ എന്തെങ്കിലും ചെയ്യും. നീ എൻ്റെ ഭർത്താവിലുണ്ടല്ലോ, അങ്ങേര് കിട്ടിയ കാശ് മുഴുവനും മദ്യപിച്ച് കളയാണ്, ഇനി ഞാൻ പറയണില്ല, നീ അവനിലുണ്ടല്ലോ. അങ്ങേര് അപ്പൊ എന്തെല്ലാം കുറ്റങ്ങൾ നമ്മൾ ഓരോ ദിവസവും പറയുന്നുണ്ടോ അതിനെ ഇന്ന് അവസാനിപ്പിക്കും. ഇനി നമ്മളത് പറയാതെ കർത്താവിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കാൻ നോക്ക്. നമ്മൾ ഏറ്റവും ആദ്യം കരുണ കാണിക്കേണ്ടത് നമ്മുടെ ജീവിത പങ്കാളിയോടാണ്. കാരണം നമ്മളുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ അയാളെ നന്നാക്കാൻ നോക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി അവൻ്റെ എല്ലാ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുതല്ല, നിങ്ങൾ നന്നാവാൻ വേണ്ടി പറയണം. എന്നിട്ട് വല്ല മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഭാര്യയെ നന്നാക്കാൻ വേണ്ടി ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞേക്കണാണ് ഇത് ചെയ്യരുത്, എന്നിട്ട് പിന്നെ നീ എന്ത് ചെയ്യണേ, ഇപ്പോഴെങ്കിലും നീ ഒന്ന് ഞാൻ പറയണത് കേക്ക്. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? നമ്മൾ പറയണത് കൊണ്ടോ ഈ ജീവിക്കുന്ന ആള് ചെയ്യണത് കൊണ്ടോ അല്ല ഇത് മാറുന്നത്. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി. ഇവിടെ ഒരു കുപ്പി ഉണ്ടായിരുന്നല്ലോ, പോയി. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ഓക്സിജനും ഹൈഡ്രജനോ, H2O. മുന്തിരിച്ചാറ് എന്താണ്? മുന്തിരിച്ചാറ് CH3CH2OH കെമിസ്ട്രിയാണ്. H2Oയും CH3CH2OH തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എന്നാൽ കർത്താവ് നമ്മളാകുന്ന പച്ചവെള്ളത്തെ, സകല തിന്മ നിറഞ്ഞ ഈ പച്ചവെള്ളത്തെ പുതിയ സൃഷ്ടിയായ മാതാവിനെ പോലെയുള്ള പുതിയ സൃഷ്ടി ആവുന്ന മുന്തിരിച്ചാറാക്കി മാറ്റും. അതാണ് കർത്താവിൻ്റെ പ്രവർത്തനം. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നതിലൂടെയല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അത് പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ഒഴുകിയിരിക്കുകയാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. കൃപ എന്നതിൻ്റെ അർത്ഥം അതാണ്. എന്താ കൃപ? അതൊന്ന് ചോദിച്ചട്ടെ. കൃപ എന്നാൽ എന്താകുന്നു? കൃപ എന്താണ്? നമ്മൾ എന്തോരം പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ. എന്താണ് കൃപ? കൃപ എന്നാൽ എന്താകും? കൃപ എന്നത് ഇത് കണ്ടോ, ഒരു വലതുകരം ഉയർത്തുക. വലതുകരം ദൈവിക ജീവനാണ്. ഒന്ന് പൊക്കിപ്പിടിച്ച് വലതുകരം, എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിക്കും. ദൈവിക ജീവനാണ്. ഇടതുകരം മാനുഷികതയാണ്. ഇതാ കൃപ എന്നത്. സാവധാനം എല്ലാവരും, ഈ വലതുകരം ഇടതുകരത്തിൻ്റെ അകത്തേക്ക് വരട്ടെ. അതായത് ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിന് വിടരുത്, കൈവിടരുത്. കമോൺ, ഡു ഇറ്റ്. ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നു, വിടരുതേ. ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മാനുഷികത എന്തായി മാറുന്നു? ദൈവീകരിക്കപ്പെടുന്നു. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്, ഇപ്പൊ നമ്മൾ ഉടനെ ആരാധന എഴുന്നള്ളിച്ച് വെക്കാൻ പോവുകയാണ്. നമ്മളൊന്നുകൂടി മനസ്സിലാക്കുക എന്താണ് കൃപ എന്ന് പറയുന്നത്. എന്നെല്ലാവരും ഒരിക്കൽ കൂടി കൈയെടുത്തുകൊണ്ട്, ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിച്ച് മാനുഷികതയെ ദൈവീകരിക്കുന്നു. അതാണ് ഈ കുർബാനയിൽ മുഴുവനും സംഭവിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് മനുഷ്യനായി അവതരിച്ചു, മനുഷ്യരായി നമ്മളിൽ വന്നു. ഇപ്പൊ നമ്മൾ എന്താകണം? വെള്ളം വീഞ്ഞായ പോലെ നമ്മളിൽ ദൈവം തന്നെ ഈ രൂപാന്തരീകരണം നടത്തണം. എന്താണ് രൂപാന്തരീകരിക്കേണ്ടത്? നമ്മൾ സാധാരണ നമ്മുടെ പാപത്തെ മാറ്റുന്ന കാര്യം ചിന്തിക്കുന്നത്. അതല്ല പ്രധാന വിഷയം. പാപം കർത്താവ് ഈശോമിശിഹാ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മിലുള്ള ഫരിസേയനെ രൂപാന്തരീകരിക്കണം.
നമ്മിലുള്ള ഫരിസേയൻ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുകയും അതിനെ വിധിക്കുകയും അവനെ ശിക്ഷിക്കുകയും വാശിയോടെ പെരുമാറുകയും വാശി, വൈരാഗ്യം, ശത്രുത, കലഹം, കർക്കശ സ്വഭാവം, ഇതാണ് നമ്മളിൽ ഇപ്പോൾ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരാധനയ്ക്കുള്ള മിശിഹ കർത്താവ്. Thank you.